അല്ല, ഈ ഇന്ത്യ മുന്നണി ഇത് എന്തിനുള്ള പുറപ്പാടാണ്? മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമയം വരുമ്പോൾ വേണ്ട പോലെ പ്രവർത്തിക്കും എന്നാണ്. അതായത് തൽക്കാലം പ്രതിപക്ഷത്തിരിക്കുക, അതാണ് മുന്നണി തീരുമാനം. അതിനോട് ഏതായാലും മമതാ ബാനർജിക്ക് യോജിപ്പില്ല. ഉടനെ തന്നെ സർക്കാർ രൂപീകരിക്കണമെന്നാണ് ദീദിയുടെ ഒരു അഭിപ്രായം. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെയും അഭിപ്രായം. ഇതുവരെ ആരും തുറന്നു പറഞ്ഞതായിട്ടൊന്നും അറിയില്ല. കോൺഗ്രസ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നാണ്. അതായത് തൽക്കാലം BJP തന്നെ സർക്കാർ രൂപീകരിക്കട്ടെ. അപ്പുറത്ത് ശ്രീമാൻ നിതീഷ് കുമാർ ഉണ്ടല്ലോ, അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടർ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തോട്ട് ചാടാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ ചാടുമ്പോഴും കൂടെ എത്ര പേരുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. പിന്നെയുള്ളത് ശ്രീമാൻ ചന്ദ്രബാബു നായിഡുവാണ്. നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമൊന്നും BJPയുടെ എല്ലാ ആശയങ്ങളുമായി ഒത്തുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മറ്റൊരു സാധ്യതയും തള്ളിക്കളയാൻ ഒക്കില്ല. നരേന്ദ്രമോദി ഒരുപക്ഷെ ഇവർക്ക് പൂർണ്ണമായങ്ങ് വഴങ്ങിക്കൊടുത്താലോ? അതായത് കടുത്ത തീരുമാനങ്ങളൊന്നും വേണ്ട, ഇനിയൊരു 5 വർഷത്തേക്ക് ഇവരുടെ കൂടെ താല്പര്യത്തിൽ ഭരണം മുന്നോട്ട് പോകട്ടെ എന്നങ്ങ് വെച്ചാലോ? എന്നാലും അതിൽ അത്യാർത്ഥി എന്നൊരു ഘടകമുണ്ട്. അത് ഈ 2 നേതാക്കളെയും വല്ലാതെ അങ്ങ് ബാധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരുടെ ഡിമാൻഡുകൾ കൂടാം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ മറുകണ്ഠം ചാടൽ സംഭവിക്കുന്നത്. പക്ഷേ മറുകണ്ഠം ചാടൽ എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ 234 എന്ന നമ്പർ കുറയാതെയും നോക്കണം, മറുകണ്ഠത്തുനിന്ന് ആളുകളെ ഇങ്ങോട്ട് പിടിക്കുകയും വേണം. ഇവിടെയാണ് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉടലെടുക്കുന്നത്. എന്നാൽ പിന്നെ ഇപ്പോഴേ അങ്ങ് മറുകണ്ഠം ചാടിച്ചൂടെ? നമ്മുടെ ജോർജ് സോറോസ് കൂടെ ഉള്ളപ്പോൾ പണം ഒരു പ്രശ്നമല്ലല്ലോ. പുള്ളി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ $1,00,000 ബില്യൺ വരെ മുടക്കാമെന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭൗതികമായ വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ CJയോട് ചോദിക്കാം. ആ ക്രിസ്റ്റഫ് ജെഫ്രലോട്ടെ പുള്ളിയെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പുള്ളിയാണല്ലോ ആ ജാതി സെൻസസിന്റെ ഐഡിയ ഒക്കെ ഇട്ട് തന്നത്. അത് വർക്കൗട്ട് ആയായിരുന്നല്ലോ. എന്നിട്ടും ആ 272 എന്നുള്ള നമ്പർ തയ്ക്കാൻ പറ്റാത്തത് വലിയ കഷ്ടമായി പോയി. കപ്പിനും ചുണ്ടിനും ഇടയിൽ പോവുക എന്ന് വെച്ചാ. പിന്നെ കഴിഞ്ഞ ദിവസം ചൈനയും പറഞ്ഞു ആ നരേന്ദ്രമോദി അവർക്ക് വലിയ പാരയാണെന്ന്. അവർ പറയുന്നത് ഈ നരേന്ദ്രമോദിയെ കൂട്ടുപിടിച്ചാണ് അമേരിക്ക അവർക്കെതിരെ എല്ലാം ചെയ്തു വയ്ക്കുന്നതെന്നാണ്. ഈ നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വമൊന്നും അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും തങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി നരേന്ദ്രമോദിയെ കൂടെ കൂട്ടുന്നു എന്നാണ് ചൈന പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി മാറിക്കിട്ടുകയാണെങ്കിൽ പിന്നെ ചൈനയ്ക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരും തയ്യാറായിരിക്കും. പിന്നെ ഇതൊന്നും നാട്ടുകാരെ അറിഞ്ഞു എന്നുള്ളതൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. കാര്യം ഇന്നത്തെ കാലത്ത് മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല. അതൊക്കെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് തന്നെ. ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രതിപക്ഷ നേതാക്കൾ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായമൊക്കെ വാങ്ങി തന്നെ അവിടുത്തെ ഭരണകക്ഷിയൊക്കെ അട്ടിമറിച്ചിടുന്നത്. അതിൽ പുതുമയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അധികം വൈകിക്കേണ്ട ആവശ്യമില്ല, ഓപ്പറേഷൻ നടക്കട്ടെ. ഒന്നാമത് നമ്മുടെ ജോർജ് സോറോസ് ഒക്കെ വയസ്സായി ഇരിക്കുകയാണ്. അച്ചായൻ ഇപ്പം തന്നെ 93 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 5 വർഷമൊക്കെ കാത്തിരിക്കാൻ പറയുന്നത് വലിയ റിസ്ക് ആണ്. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി താഴെ ഇറങ്ങി കാണണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അതങ്ങ് സാധിച്ചു കൊടുക്ക്. പിന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നോഹയുടെ പേടകം പോലെ ഒരു 10-28 നേതാക്കൾ ഇപ്പം തന്നെ ഉണ്ട്. ഇനിയൊരു 2-3 എണ്ണം കൂടെ വന്നാലും വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് അടുത്ത 5 വർഷത്തേക്ക് സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കാനൊന്നുമല്ലാന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ആദ്യം അത് നിറവേൽക്കുക. അതിനുശേഷം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുക. രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ മാറ്റുരയ്ക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അത് പാഴാക്കി കളയരുത്. എന്നും കാര്യങ്ങൾ ഇങ്ങനെ അനുകൂലമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഇനി ഒട്ടും വൈകിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം.